ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ പാത്തൂസ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് 6ാം ക്ലാസ്സുകാരുടെ ബേസിക് സയൻസും ആയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ളത് പേജ് നമ്പർ 25 മുതലാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ കൂട്ടുകാരെ, കുറേ സാധനങ്ങൾ ഇവിടെ കാണാനുണ്ട്. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ദാറ്റ് ഗവ് ആസ് ബ്യൂട്ടിഫുൾ ഷേപ്സ്. ഈ ബ്യൂട്ടിഫുൾ ഷേപ്സ് ഒക്കെ എവിടുന്നാണ് കിട്ടിയെന്നറിയോ? ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിലൂടെയാണ് ഇങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്തത് കിട്ടിയിട്ടുള്ളത്. എന്തൊക്കെയാണ്? ചെയർ, ബക്കറ്റ്, അങ്ങനെ തുടങ്ങി കുറച്ച് സാധനങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇനി ഇതിൻ്റെ അടിയിലായിട്ട് നോക്കൂ, ഇതിൻ്റെ താഴെ ഭാഗത്ത് ഒരു ടേബിൾ ഉണ്ട്. എന്തിൻ്റെ ടേബിളാണ്? നമുക്ക് നോക്കാം അല്ലേ. എക്സാമിൻ സം ഓഫ് ദി സിറ്റുവേഷൻസ് ഇൻ ഡെയിലി ലൈഫ് ഗിവൻ ഇൻ ദി ടേബിൾ. ഈ ടേബിളിൽ ഡെയിലി ലൈഫിലെ ചില സിറ്റുവേഷൻസ് ആണ് എന്തുള്ളത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ സിറ്റുവേഷൻസ് എന്നും സെക്കൻഡ് കോളത്തിൽ അത് എന്തായി മാറുന്നു, അതിന് ഓരോ രൂപം കിട്ടുമ്പോൾ അതെന്തായിട്ട് മാറുന്നു എന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷൻ ഇതാണ്, ഹീറ്റിംഗ് സോളിഡ് കീ. സോളിഡ് കീ ഹീറ്റ് ചെയ്യാണ്. അങ്ങനെ എന്താണ്? നെയ്യ് ഹീറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? മെൽറ്റ് ആവും. അത് അപ്പുറത്തെ കോളത്തിൽ തന്നെ ഉണ്ട് അല്ലേ, മെൽറ്റ് ആവും. പിന്നെയോ അടുത്ത സിറ്റുവേഷൻ, കട്ടിങ് വെജിറ്റബിൾസ് കട്ട് ചെയ്യാണ്. അപ്പോൾ എന്താവും? ബിക്കംസ് സ്മോളർ പീസസ്. അതെന്താവും? ചെറിയ ചെറിയ പീസസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു സിറ്റുവേഷനാണ് ഹീറ്റിംഗ് എ PVC പൈപ്പ്. ഒരു PVC പൈപ്പ് ഹീറ്റ് ചെയ്യാണ്. PVC പൈപ്പിന് ചൂട് കൊടുക്കുകയാണ്. അപ്പോൾ അതെന്താ ഉണ്ടാവുക? അതെ, എക്സ്പാൻഡ് ആവും. എന്താ ഉണ്ടാവുക? എക്സ്പാൻഡ് ആവും. കറക്റ്റാണ്. അപ്പോൾ അടുത്ത സിറ്റുവേഷനാണ് ഹീറ്റിംഗ് വാക്സ്. എന്താണ് വാക്സ്? എന്താ കൂട്ടുകാരെ? അതെ, മെഴുക്. അപ്പോൾ ഈ മെഴുകിന് നമ്മൾ ചൂട് കൊടുക്കുകയാണ്. ഓക്കെ, ഹീറ്റിംഗ് വാക്സ്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുക? മെൽറ്റ് ആവും. നമ്മൾ നേരത്തെ സോളിഡ് കീ ചെയ്തില്ലേ, അതേപോലെ എന്താവും? മെൽറ്റ് ആവും. കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ടിയറിങ് പേപ്പർ. അടുത്തൊരു സിറ്റുവേഷനാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്, ടിയറിങ് പേപ്പർ ടിയർ ചെയ്യാണ്. ടിയർ എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? എന്താണ്? അതെ, കീറ. എന്താണ്? കീറ എന്നാണ് ടിയറിങ്ങിന് പറയുക. കീറ, പിച്ച എന്നൊക്കെ പറയില്ല, അത് തന്നെ. അപ്പോൾ പേപ്പർ പിച്ചാണ്, കീറാണ്. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? ബിക്കംസ് സ്മോളർ പീസസ്. അതെന്താവും? ചെറിയ ചെറിയ പീസസ് ആയിട്ട് മാറും. കറക്റ്റാണ്. അപ്പോൾ ഇനി അടുത്തൊരു സിറ്റുവേഷനാണ് ബ്രേക്കിംഗ് എ ബോട്ടിൽ. ഒരു ബോട്ടിൽ നമ്മൾ പൊട്ടിക്കുകയാണ്, എറിഞ്ഞ് പൊട്ടിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? ബിക്കം സ്മോളർ പീസസ്. അതെന്താവും? ചെറിയ ചെറിയ പീസസ് ആയിട്ട് പൊട്ടും അല്ലേ, മാറും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു സിറ്റുവേഷനാണ് ഹീറ്റിംഗ് ലാക്ക്. ലാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ അരക്ക് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ലാക്ക്, ഈ ഒരു സാധനം നമ്മൾ ചൂടാക്കുകയാണ്. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? മെൽറ്റ് ആവുകയാണ് ചെയ്യുക അല്ലേ. ഓക്കെ, അത് നേരത്തെ സോളിഡ് ഗീയുടെ പോലെ വാക്സിൻ്റെ പോലെ ഒരു സാധനമാണ് സത്യത്തിൽ അത്. അപ്പോൾ അത് മെൽറ്റ് ആവുകയാണ് ചെയ്യുക. ഓക്കെ, പിന്നെ അതേ ഒരു രൂപത്തിലേക്ക് തന്നെ മാറും. അടുത്തൊരു സിറ്റുവേഷനാണ് ക്രംബ്ലിങ് പേപ്പർ ക്രംബ്ലിങ് ചെയ്യാണ്, ചുരുട്ടുകയാണ്. അപ്പോൾ ഒരു പേപ്പർ ചുരുട്ടുമ്പോൾ എന്താണ് കൂട്ടുകാരെ അവിടെ ഉണ്ടാവുക? എന്താണ്? അതെ, ചേഞ്ചസ് ഷേപ്പ് എന്താവും? ചേഞ്ച് ആവും. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ നമ്മുടെ ടേബിൾ. മനസ്സിലായോ? ഈ ടേബിളിൽ കുറേ സിറ്റുവേഷൻസ് നൽകിയിട്ടുണ്ട്. നമ്മൾ ഡെയിലി ലൈഫിൽ കുറച്ച് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. അതെന്തൊക്കെയായി മാറി എന്നൊക്കെ നമ്മളിപ്പോൾ വായിച്ചു. അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത പേജിലോട്ട് നമ്മൾ പോകുകയാണ്. അപ്പോൾ നോക്കൂ കൂട്ടുകാരെ, നമ്മൾ അടുത്ത പേജിലെത്തി. അപ്പോൾ ഇനി ഫസ്റ്റ് നോക്കൂ, അനലൈസ് ദ ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ദി പെക്യുലാരിറ്റീസ് ഓഫ് ദി ചേഞ്ചസ്. റൈറ്റ് ദം ഡൗൺ. മേക്ക് യൂസ് ഓഫ് ദി ഹൈൻസ് ഗിവൻ ബിലോ. എന്താണ് പറയുന്നത്? ആ ടേബിൾ അനലൈസ് ചെയ്തിട്ട് മാറ്റങ്ങളുടെ, ചേഞ്ചസിൻ്റെ പെക്യുലാരിറ്റീസ് നോക്കാനാണ് പറയുന്നത്. റൈറ്റ് ദം ഡൗൺ. അതെന്ത് ചെയ്യണം? എഴുതുകയും വേണം.
മേക്ക് യൂസ് ഓഫ് ദി ഹൈൻസ് ഗിവൺ ബിലോ. ഇവിടെ കുറച്ച് ഹൈൻസ് കൊടുത്തിട്ടുണ്ട്, അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഒന്നാമത്തെ ഹൈൻഡ് ആണ്, ആർ ന്യൂ സബ്സ്റ്റാൻസസ് ഫോംഡ് ഇൻ എനി ഓഫ് ദി എബവ് സിറ്റുവേഷൻസ്. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പുതിയ സബ്സ്റ്റാൻസസ് ഉണ്ടാവുന്നുണ്ടോ? പുതിയ പദാർത്ഥം ഉണ്ടാവുന്നുണ്ടോ കൂട്ടുകാരെ? ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം എന്തെഴുതാം? നോ, ന്യൂ സബ്സ്റ്റാൻസസ് ആർ നോട്ട് ഫോംഡ് ഡ്യൂറിങ് ദി സിറ്റുവേഷൻസ്. കറക്റ്റ്. ഓക്കെ, ആ ടേബിൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടേ. അപ്പം ഇനി അടുത്തൊരു ഹൈൻഡ് ആണ്, വാട്ട് ആർ ദി ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റ് ദാറ്റ് ഒക്യൂർ. അവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്താണെന്നാണ് അവിടെ ചോദിക്കുന്നത്. എന്താണ്? എന്തൊക്കെയാവുന്നുണ്ട്? ഷേപ്പ് ആൻഡ് സൈസ്. സൈസിലും ഷേപ്പിലുമാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു ഹൈൻഡ് ആണ്, വിച്ച് എമംഗ് ദം ഇൻവോൾവ് എ ചേഞ്ച് ഇൻ ഷേപ്പ്. ഷേപ്പിൽ ചേഞ്ച് ആവുന്നത് അവിടെ എന്തൊക്കെയാണ്? നമ്മൾ ആ ടേബിളിലോട്ട് പോവുകയാണ്, എന്നിട്ട് നമ്മൾ നോക്കുകയാണ്. ഹീറ്റിംഗ് സോളിഡ് ഗീ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഷേപ്പിന് വ്യത്യാസം വരുന്നുണ്ടോ കൂട്ടുകാരെ? വ്യത്യാസം വരുന്നുണ്ട്. എന്താ ഉണ്ടാവുന്നത്? മെൽറ്റ് ആവും. അപ്പോൾ അവിടെ വ്യത്യാസം വരുന്നില്ലേ ഷേപ്പിൽ? വരുന്നുണ്ട്. കട്ടിങ് വെജിറ്റബിൾസ് കട്ട് ചെയ്യാണ്, അപ്പോൾ അവിടെ ഉണ്ടാവുമോ? ഷേപ്പിൽ വ്യത്യാസം വരുമോ? ഇല്ല. എങ്ങനെയാണ് കൂട്ടുകാർ ഷേപ്പിൽ വ്യത്യാസം വരിക? അവിടെ സൈസിലല്ലേ വ്യത്യാസം വരിക? ഓക്കെ, ഇനി തെറ്റിക്കില്ലല്ലോ. ഓക്കെ കേട്ടോ. അപ്പോൾ ഹീറ്റിംഗ് എ PVC പൈപ്പ്. ഒരു PVC പൈപ്പ് ഹീറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവുക? എക്സ്പാൻഡ് ആവുക തന്നെയാണ് ചെയ്യുക. അപ്പോൾ അതും എന്താണ്? ഷേപ്പിലാണ് വ്യത്യാസം വരുന്നത്. കറക്റ്റാണ്. ഇനി ഹീറ്റിംഗ് വാക്സ് ഹീറ്റ് ചെയ്യാണ്, മെഴുക്. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? മെൽറ്റ് ആവും. അപ്പോൾ അതെന്താണ്? ഷേപ്പിൽ വ്യത്യാസം തന്നെയാണ്. പിന്നെ ഏതൊക്കെയാണ്? ക്രംബ്ലിംഗ് പേപ്പർ, പിന്നെ ഹീറ്റിംഗ് ലാക്ക് ഹീറ്റ് ചെയ്യുമ്പോഴും അവിടെ ഷേപ്പിൽ വ്യത്യാസം വരുന്നു. ക്രംബ്ലിംഗ് പേപ്പർ ചുരുട്ടുമ്പോഴും അവിടെ എന്തുണ്ട്? ഷേപ്പിൽ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതൊക്കെ ഒന്ന് ആ ഹൈൻസ് എഴുതുമ്പോൾ നിങ്ങൾ അതിൻ്റെ ആൻസറായിട്ട് നോട്ട് ബുക്കിൽ എന്ത് ചെയ്യണം? എഴുതണം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതണം, ആൻസർ എഴുതണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു ഹൈൻഡാണ് വിച്ച് എമംഗ് ദം ഇൻവോൾവ് എ ചേഞ്ച് ഇൻ സൈസ്. സൈസിൽ ചേഞ്ച് ആവുന്നത് എന്തൊക്കെയാണ്? സൈസിൽ ചേഞ്ച് ആവുന്നത് എവിടെയൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ അതേപോലെ മുകളിലത്തെ ടേബിളിലേക്ക് ഒന്നുകൂടെ പോകേണ്ടി വരും അല്ലേ നോക്കണമെങ്കിൽ. വന്നു, നമ്മൾ ടേബിളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്? അതെ, നമ്മൾ ആദ്യം പറഞ്ഞു കട്ടിങ് വെജിറ്റബിൾസ് എന്താണ്? സൈസിൽ വ്യത്യാസം വരികയാണ്, ബിക്കം സ്മോളർ പീസസ് ആണ്, ചെറിയ പീസസ് ആയി മാറുകയാണ്. അപ്പോൾ അവിടെ എന്താവും? സൈസിൽ വ്യത്യാസം വരും. പിന്നെ ടിയറിങ് പേപ്പർ കീറുകയാണ്, അപ്പോൾ അവിടെ എന്താവും? സ്മോളർ പീസസ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ അതും എന്താവും തന്നെയാണ്? സൈസിൽ വ്യത്യാസം തന്നെയാണ് അല്ലേ. പിന്നെ ബ്രേക്കിംഗ് എ ബോട്ടിൽ ബ്രേക്കിംഗ് ചെയ്യുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൽ പൊട്ടിക്കുകയാണ്. അപ്പോൾ അവിടെ സ്മോളർ പീസസ് ആണ്, സൈസിൽ തന്നെയാണ് വ്യത്യാസം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമ്മൾ താഴോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ആ ടേബിൾ നന്നായി പഠിച്ചുവെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. എന്ന് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, ഫിസിക്കൽ ചേഞ്ച്, ഭൗതിക മാറ്റം. ഫിസിക്കൽ ചേഞ്ച് മീനിങ് ഇൻ മലയാളം ഭൗതിക മാറ്റം. Change in the physical properties such as state, shape or size is termed as physical change. Expansion, melting, breaking, tearing, etc. are all physical changes. New substances are not formed during physical change. അപ്പോൾ എന്താണ്? ഫിസിക്കൽ ചേഞ്ചിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. അത് ഞാനൊന്ന് വിശദീകരിച്ച് തരാം. Change in the physical properties such as state, shape or size is termed as physical change. ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇല്ലേ, സ്റ്റേറ്റ്, ഷേപ്പ്, സൈസ് അങ്ങനെയൊക്കെയുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ്
ചേഞ്ച് വരുമ്പോൾ അവിടെ ഉണ്ടാവുന്നതാണ് ഫിസിക്കൽ ചേഞ്ച്. ആ ഒരു ചേഞ്ചിന് പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ ചേഞ്ചിന് പറയുന്ന പേരാണ് എന്ത്? ഫിസിക്കൽ ചേഞ്ച്. എക്സ്പാൻഷൻ, മെൽറ്റിംഗ്, ബ്രേക്കിംഗ്, ടിയറിംഗ് എക്സെട്ര ആർ ഓൾ ഫിസിക്കൽ ചേഞ്ചസ്. എന്താണ്? എക്സ്പാൻഷനും മെൽറ്റിങ്ങും ബ്രേക്കിങ്ങും ടിയറിംഗും ഒക്കെ എന്താണ്? ഫിസിക്കൽ ചേഞ്ചസ് ആണ്. ന്യൂ സബ്സ്റ്റാൻസസ് ആർ നോട്ട് ഫോംഡ് ഡ്യൂറിങ് ഫിസിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ചിൽ എന്തുണ്ടാവുന്നില്ല? പുതിയ സബ്സ്റ്റാൻസസ് ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഫിസിക്കൽ ചേഞ്ച് എന്താണെന്ന് മനസ്സിലായില്ലേ? ഭൗതിക മാറ്റം ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇല്ലേ, എന്തൊക്കെ? സ്റ്റേറ്റ്, ഷേപ്പ്, സൈസ് എന്നീ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഉണ്ടാവുന്ന മാറ്റമാണ് എന്ത്? ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. എക്സ്പെൻഷനും മെൽറ്റിങ്ങും ബ്രേക്കിങ്ങും ടിയറിങ്ങും ഒക്കെ എന്താണ്? ഫിസിക്കൽ ചേഞ്ചസ് തന്നെയാണ്. പിന്നെയോ അവിടെ എന്തുണ്ടാവുന്നില്ല? പുതിയ സബ്സ്റ്റാൻസസ് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ ടാബിളിൽ വന്ന് നമ്മൾ നേരത്തെ ഒരു ടാബിൾ പഠിച്ചില്ലേ? അതിൽ വന്ന എല്ലാ സിറ്റുവേഷൻസും എന്താണ്? ഫിസിക്കൽ ചേഞ്ച് ആണ്, ഭൗതിക മാറ്റങ്ങളാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഭൗതിക മാറ്റം എന്താണെന്ന് പിടികിട്ടിയിട്ടുണ്ടാവുമല്ലോ ഇല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഒരു പെർമനൻറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. സ്ഥിരമായ മാറ്റം എന്നാണ് പെർമനൻറ്റ് ചേഞ്ചിൻ്റെ മീനിങ്. ഓക്കെ, നിങ്ങൾക്ക് മീനിങ് അറിയില്ലെങ്കിൽ അവിടെ എഴുതി വെക്കാം. സ്ഥിരമായ മാറ്റം. ആർ ഓൾ ചേഞ്ചസ് ഫിസിക്കൽ ചേഞ്ചസ്? എല്ലാ ചേഞ്ചസും ഫിസിക്കൽ ചേഞ്ചസ് ആണോ? ആണോ? ലെറ്റ്സ് ഡു ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. അത് നോക്കാൻ വേണ്ടിയിട്ട് ഈ വരുന്ന ഫോളോയിങ് ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം. ടേക്ക് സം ഷുഗർ ഇൻ എ സ്പൂൺ. എന്ത് ചെയ്യണം? ഒരു സ്പൂണിൽ കുറച്ച് ഷുഗർ എടുക്കാം. ആൻഡ് ഹീറ്റ് അൺടിൽ ഇറ്റ് മെൽറ്റ്. അത് മെൽറ്റ് ആവുന്ന വരെ എന്ത് ചെയ്യണം? ഹീറ്റ് കൊടുക്കണം അതിന്. ഒബ്സർവ് ദി ചേഞ്ചസ്. എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവുന്നത്? ആ ചേഞ്ചസ് ഒന്ന് ഒബ്സർവ് ചെയ്യൂ. ടേസ്റ്റ് ഇറ്റ് ആഫ്റ്റർ ഹീറ്റിംഗ്. ഹീറ്റിംഗ് കഴിഞ്ഞിട്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഹൗ ഡസ് ഇറ്റ് ടേസ്റ്റ്? എങ്ങനെയുണ്ടാ ടേസ്റ്റ്? നല്ല മധുരമായിരിക്കും അല്ലേ? അവിടെ ഷുഗർ സിറപ്പാണ് അവിടെ ഉണ്ടായിട്ടുണ്ടാവുക. ഇനി അതിനെ ഒന്നുകൂടെ ഹീറ്റ് കൊടുക്കുക. ഹീറ്റ് എഗെയിൻ. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? ഡു യു ഒബ്സർവ് എ ചേഞ്ച് ഇൻ ദി കളർ? കളറിൽ ചേഞ്ച് ആവുന്നില്ലേ? ഒബ്സർവ് ചെയ്തില്ല അത് കളറിൽ ചേഞ്ച് ആവുന്നത്? ടേസ്റ്റ് ഇറ്റ് എഗെയിൻ ആഫ്റ്റർ കൂളിംഗ്. അത് തണുത്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഹൗ ഡസ് ഇറ്റ് ടേസ്റ്റ് നൗ? എങ്ങനെയാണ് ഇപ്പം അതിൻ്റെ ടേസ്റ്റ്? നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അതങ്ങനെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കയ്പ്പായിരിക്കും, നല്ലൊരു കയ്പ്പ് തന്നെ ആയിരിക്കും കേട്ടോ. അതൊക്കെ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി ഡസ് ദ റെസിഡ്യൂ ലെഫ്റ്റ് ഇൻ ദി സ്പൂൺ പോസസ് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഷുഗർ? അപ്പോൾ കൂട്ടുകാരെ, അവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആ സ്പൂണിൽ ബാക്കിയുള്ളതില്ലേ, അതിൽ ഷുഗറിൻ്റെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടോ? ഷുഗറിൻ്റെ മധുരം ഉണ്ടോ അതിൽ? ഷുഗറിൻ്റെ നിറം ഉണ്ടോ അതിൽ? ഒന്നുമില്ല അല്ലേ? ഓക്കെ ആണ്. അപ്പോൾ ഇനി what difference did you find in the changes that occurred while heating wax and sugar? വാക്സും ഷുഗറും ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്? വാട്ട് ഡിഫറൻസ്? എന്തൊക്കെ ഡിഫറൻസ് ആണ് അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുക? വാക്സ് ഹീറ്റ് ചെയ്യുമ്പോഴും ഷുഗർ ഹീറ്റ് ചെയ്യുമ്പം അവിടെ എന്തൊക്കെയാണ് മാറ്റങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുകയാണെന്ന് ചോദിക്കുന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ ആൻഡ് റെക്കോർഡ് ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ അടിയിലായിട്ട് നിങ്ങൾക്കൊരു ടേബിൾ കാണാം. ആ ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളത് സയൻസ് ഡയറിയിലേക്ക് എഴുതണം. ഇതാണ് ഇവിടെ തന്നിട്ടുള്ള വർക്ക്. അപ്പോൾ ഫസ്റ്റത്തെ കോളത്തിൽ വെൻ വാക്സ് ഈസ് ഹീറ്റഡ്. വാക്സ് ഹീറ്റ് ചെയ്തിട്ടുള്ള അതിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് കോളത്തിൽ. സെക്കൻഡ് കോളത്തിൽ വെൻ ഷുഗർ ഈസ് ഹീറ്റഡ്. ഷുഗർ ഹീറ്റായി. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുക? അപ്പോൾ വാക്സ് ആയിക്കോട്ടെ. ഫസ്റ്റ് വാക്സിന് എന്താണ്? അബ്സോർബ് ഹീറ്റ്. ഫസ്റ്റത്തെ കോളത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട് അബ്സോർബ് ഹീറ്റ് അബ്സോർബ് ചെയ്യും വാക്സ്. ഷുഗർ എന്ത് ചെയ്യും? ഷുഗറും തന്നെ ചെയ്യും, ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഓക്കെ, അപ്പോൾ പിന്നെ വെൻ വാക്സ് ഈസ് ഹീറ്റഡ്. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? രണ്ടാമത്തെ കോളത്തിൽ ഷുഗറിന് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ കോളത്തിൽ മെൽറ്റ്സിന് അല്ലേ? അപ്പോൾ വാക്സ് ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? മെൽറ്റ് ആവുക തന്നെയാണ് ചെയ്യുക. പിന്നെ ഷുഗറിൻ്റെ കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തത്
ചേഞ്ച് കളർ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ വാക്സ് ഹീറ്റ് ചെയ്യുമ്പോഴോ കളർ ചേഞ്ച് ആവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ എഴുതാം? നോ ചേഞ്ച് ടു ദി കളർ. നോ ചേഞ്ച് ടു ദി കളർ. കളറിന് എന്തില്ല? ചേഞ്ച് വരുന്നില്ല. അപ്പോൾ അത് എഴുതി കൊടുത്തില്ലേ? ഓക്കെ. അപ്പോൾ ഇനി വാക്സ് ഹീറ്റ് ചെയ്യുമ്പോൾ വരുന്നത് ലാസ്റ്റത്തെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. നോ ന്യൂ സബ്സ്റ്റാൻസസ് ഹീസ് ഫോംഡ്. എന്തില്ല? പുതിയ സബ്സ്റ്റാൻസസ് എന്ത് ചെയ്തിട്ടില്ല? ഫോംഡ് ചെയ്തിട്ടില്ല, അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഷുഗർ ഹീറ്റ് ചെയ്യുമ്പോഴോ എന്തുണ്ട്? പുതിയ സബ്സ്റ്റാൻസസ് ഉണ്ടായിട്ടുണ്ട്. ഒരു നിറമില്ലാത്ത, ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊരു പുതിയ സബ്സ്റ്റാൻസസ് അല്ലേ? അപ്പോൾ എന്തെഴുതാം? ന്യൂ സബ്സ്റ്റാൻസസ് ആർ ഫോംഡ്. പുതിയ സബ്സ്റ്റാൻസ് എന്നിട്ടുണ്ടായിട്ടുണ്ട്, അവിടെ ഫോംഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഈ ടേബിൾ പൂരിപ്പിക്കാൻ മനസ്സിലായില്ലേ കൂട്ടുകാരെ? ഓക്കെ. അപ്പം നിങ്ങളിത് സയൻസ് ഡയറിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇത് സയൻസ് ഡയറിയിലേക്ക് എഴുതാം കേട്ടോ. ഓക്കെ. അപ്പം ഇനി അടുത്ത പേജ് ഓക്കെ എടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഡു സം മോർ എക്സ്പെരിമെൻറ്റ്സ്. നിങ്ങൾ മോർ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുക. ബേൺ എ മാഗ്നീഷ്യം റിബൺ. ഒരു മാഗ്നീഷ്യം റിബൺ എന്ത് ചെയ്യാം? ബേൺ ചെയ്യുക, കത്തിച്ചു കൊടുക്കുക. പിന്നെ ബേൺ എ പീസ് ഓഫ് പേപ്പർ. ഒരു പേപ്പറിൻ്റെ പീസ് എന്ത് ചെയ്യുക? കത്തിക്കുക. ക്യാൻ യു ചേഞ്ച് ദ സബ്സ്റ്റാൻസസ് ഫോംഡ് ഓൺ ബേണിംഗ് മാഗ്നീഷ്യം റിബൺ ആൻഡ് പേപ്പർ ബാക്ക് ഇൻ ടു ദെയർ ഒറിജിനൽ സ്റ്റേറ്റ്സ്? നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ആ ഒരു പുതിയ സബ്സ്റ്റാൻസസ് ഉണ്ടായിട്ടുണ്ടാവും. മഗ്നീഷ്യം റിബൺ ഉണ്ടാക്കിയപ്പോൾ ഒരു ചാരം കിട്ടിയിട്ടുണ്ട്. പേപ്പർ നമ്മൾ എന്ത് ചെയ്തു? ഹീറ്റ് ചെയ്തപ്പോൾ നമുക്കൊരു ചാര രൂപത്തിലുള്ള പൊടിയാണ് ലഭിച്ചിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ ഇത് ഇനി നമുക്ക് പഴയ പോലുള്ള മഗ്നീഷ്യം റിബണിലേക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെ പുതിയൊരു നല്ല ഭംഗിയുള്ള പേപ്പറാക്കി മാറ്റാൻ അതിനെ കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ അതെന്താണ്? ഒരു സ്ഥിരമായ മാറ്റമാണ്, ഒരു പെർമനൻറ്റ് ചേഞ്ച് ആണ്. അതിന് പറയുന്ന പേരാണ് കെമിക്കൽ ചേഞ്ച്. എന്താണ്? കെമിക്കൽ ചേഞ്ച്. ഇനി കെമിക്കൽ ചേഞ്ച് എന്താണെന്നോ? The process in which substances change into new substances by absorbing or releasing energy is termed a chemical change. Chemical change is a permanent change. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഇതിൻ്റെ മീനിങ് നോക്കാനായിട്ട് പോവാണ് കേട്ടോ. ദ പ്രോസസ് ഇൻ വിച്ച് സബ്സ്റ്റാൻസസ് ചേഞ്ച് ഇൻ ടു ന്യൂ സബ്സ്റ്റാൻസസ് ബൈ അബ്സോർബിങ് ഓർ റിലീസിങ് എനർജി ഈസ് ടേംഡ് എ കെമിക്കൽ ചേഞ്ച്. എനർജി അബ്സോർബ് ചെയ്യുമ്പോഴോ റിലീസ് ചെയ്യുമ്പോഴോ അവിടെ ഒരു പദാർത്ഥം പുതിയ സബ്സ്റ്റാൻസസ് ആയി മാറുമെങ്കിൽ, പുതിയ പദാർത്ഥമായി മാറിയെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കെമിക്കൽ ചേഞ്ച്. കെമിക്കൽ ചേഞ്ച് ഈസ് എ പെർമനൻറ്റ് ചേഞ്ച്. കെമിക്കൽ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥിരമായ മാറ്റമാണ്, ഒരു പെർമനൻറ്റ് ചേഞ്ച് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെന്താണ്? ഒരു പെർമനൻറ്റ് ചേഞ്ച് ആണ്. നിങ്ങൾക്ക് കെമിക്കൽ ചേഞ്ച് എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായില്ലേ? റെക്കോർഡ് യുവർ ഒബ്സർവേഷൻസ് ആൻഡ് ഫൈൻഡിങ്സ് ഇൻ ദി സയൻസ് ഡയറി. നേരത്തെ നമ്മൾ മാഗ്നീഷ്യം റിബണും പീസ് ഓഫ് പേപ്പറൊക്കെ എന്ത് ചെയ്തു? ബേൺ ചെയ്തു. അപ്പോൾ ഉണ്ടായ ഒബ്സർവേഷൻസ് ആൻഡ് ഫൈൻഡിങ്സ് ഒക്കെ എന്ത് ചെയ്യാം? സയൻസ് ഡയറിയിൽ റെക്കോർഡ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇനി മേക്ക് ഇൻഫറൻസ് അബൌട്ട് ദ ചേഞ്ചസ് ദിസ് സബ്സ്റ്റാൻസസ് അണ്ടർഗോ ഡ്യൂ ടു ദി അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫ്രണ്ട്? ഇത്തരം സബ്സ്റ്റാൻസസിന് ഹീറ്റ് ലഭിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന മാറ്റങ്ങളിൽ നിങ്ങളുടെ ഫൈൻഡിങ്സ് ഒക്കെ എന്ത് ചെയ്യുക? ഇൻഫറൻസ് എന്ത് ചെയ്യാം? നിങ്ങൾ സയൻസ് ഡയറിയിൽ കുറിച്ച് വെക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങൾ നോക്കാം. മേക്ക് യൂസ് ഓഫ് ദി റീഡിങ് മെറ്റീരിയൽസ് ആസ് വെൽ. നമ്മളിപ്പോൾ വായിച്ചറിഞ്ഞതുകൂടി എന്ത് ചെയ്യണം? അതിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അതൊക്കെ നോക്കിയിട്ട് നിങ്ങളൊരു ഇൻഫറൻസ് തയ്യാറാക്കുക. ഇനി അടുത്തതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ ചേഞ്ച്. ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കെമിക്കൽ ചേഞ്ചസിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. എ ലാർജ് നമ്പർ ഓഫ് കെമിക്കൽ ചേഞ്ച് ടേക്ക് പ്ലേസ് എവറി ഡേ ഇൻ ദി ഹ്യൂമൻ ബോഡി ആസ് വെൽ ആസ് ഇൻ നാച്ചർ. എന്താണ്? ഒരു ലാർജ് നമ്പർ ഓഫ് കെമിക്കൽ ചേഞ്ചസ് എന്താ ഉണ്ടാവുന്നുണ്ട്? ഒരു പ്ലേസിൽ ഉണ്ടാവുന്നുണ്ട് എല്ലാ ദിവസവും. ഹ്യൂമൻ ബോഡിയിലാവട്ടെ നാച്ചുറലാവട്ടെ എന്തുണ്ട്? ഓരോ ദിവസവും ലാർജ് നമ്പർ ഓഫ് കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി. അതിൻ്റെ എക്സാമ്പിൾസ് താഴത്തുണ്ട്, നിങ്ങൾ അതൊക്കെ നോക്കി സയൻസ് ഡയറിയിൽ എഴുതാം. യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദി ഹൈൻസ് ഗിവൻ ബിലോ. താഴത്തുള്ള ഹൈൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് എഴുതാവുന്നതാണ്. Cooked rice tastes sweet when chewed for some time.
നമ്മളെന്താണ് ഭക്ഷണമൊക്കെ നമ്മൾ ചവച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ എന്തുണ്ടാവും, ഒരു മധുരം ഉണ്ടാവും. പിന്നെ ദ കളർ ഓഫ് ദി ഫിലിം ചേഞ്ചസ് വൈൽ ടേക്കിംഗ് എക്സ്റേ. എക്സ്റേ എടുക്കുമ്പോൾ ഫിലിമിൽ ഉണ്ടാവുന്ന കളർ ചേഞ്ച് ആവുന്നു. പിന്നെ ദ കളർ ഓഫ് ക്ലോത്ത്സ് ഫെയ്ഡ്സ് വെൻ എക്സ്പോസ്ഡ് ടു സൺലൈറ്റ്. സൂര്യപ്രകാശം തട്ടുമ്പോൾ ക്ലോത്ത്സിൻ്റെ കളേഴ്സ് എന്ത് ചെയ്യുന്നു, ഫെയ്ഡ് ആവുന്നു. വസ്ത്രങ്ങളുടെ കളർ ഫെയ്ഡ് ആവുന്നു, കളർ പോകുന്നു. പിന്നെ അയൺ റോഡ്സ് റസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എന്താണ് അയൺ റോഡ്സ് റസ്റ്റ്? അതെ, ഇരുമ്പ് തുരുമ്പ് പിടിക്കുക. ഇരുമ്പുള്ള എന്തെങ്കിലും സാധനം തുരുമ്പ് പിടിക്കുക. ഓക്കെ കൂട്ടുകാരെ, ഇനി അടുത്തതാണ് മാംഗോസ് റിപ്പൺ. മാംഗോ പഴുക്കുക. കൂട്ടുകാരെ, ഈ മാംഗോസ് റിപ്പൺ, മാമ്പഴം പഴുക്കുമ്പോൾ അത് നമുക്ക് മാംഗോ പഴയ പച്ച മാങ്ങയായിട്ട് കിട്ടുമോ? ഇല്ലല്ലോ. ഇതൊക്കെയാണ് ഹൈൻസ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇനി അനലൈസ് ദ പിക്ചർ. അതിൻ്റെ എക്സാമ്പിൾസ്, കെമിക്കൽ ചേഞ്ചിൻ്റെ എക്സാമ്പിൾസ് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അനലൈസ് ദ പിക്ചർ. ഈ പിക്ചർ അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. വിച്ച് ഈസ് ദ കെമിക്കൽ ചേഞ്ച് ഇൻഡിക്കേറ്റഡ് ഇൻ ദി പിക്ചർ. ഈ പിക്ചറിൽ എന്തൊക്കെ കെമിക്കൽ ചേഞ്ചസ് ആണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? ആ പിക്ചർ ഒന്ന് കണ്ണോടിച്ച് നോക്കൂ. ഈ പിക്ചറിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ എന്താ ഉണ്ടാവുന്നത്. ഫോട്ടോസിന്തസിസ് ആണ് ഉണ്ടാവുന്നത്. ചെടികൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ്. 5ാം ക്ലാസ്സിൽ ഫോട്ടോസിന്തസിസിനെ പറ്റിയിട്ട് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് റിമെമ്പർ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഈ പിക്ചറിൽ കാണുന്ന രാസമാറ്റം, അതായത് കെമിക്കൽ ചേഞ്ച്. നോട്ട് ഡൗൺ ദി എനർജി ചേഞ്ച് ഡ്യൂറിങ് ദിസ് കെമിക്കൽ ചേഞ്ച്. ഈ കെമിക്കൽ ചേഞ്ചിൽ ഉണ്ടാവുന്ന എനർജീസ് എന്ത് ചെയ്യാനാണ്, എനർജി ചേഞ്ചസ് ഒക്കെ എന്ത് ചെയ്യാനാണ്, നമ്മളോട് നോട്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇൻ ദി റിയാക്ഷൻ ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ ചേഞ്ച്. ഇവിടെ എന്താണ് ഉണ്ടാവുന്നത്? ലൈറ്റ് എനർജി എന്ത് ചെയ്യുന്നു, കെമിക്കൽ ചേഞ്ച് ആയിട്ട് മാറുന്നു, കൺവേർട്ട് ആവുന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പേജ്, ഒബ്സർവ് ദി പിക്ചർ ഗിവൺ ബിലോ. താഴത്തുള്ള പിക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. വാട്ട് ആർ ദ ഫിസിക്കൽ ചേഞ്ചസ് ദാറ്റ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഫ്രം ദി പിക്ചർ. ഈ പിക്ചറിൽ എന്തൊക്കെ ഫിസിക്കൽ ചേഞ്ചസ് ആണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? മെയിൻ ആയിട്ടുള്ളത് എന്താണ്? ഓക്കെ, അപ്പോൾ ഈ പിക്ചറിൽ ഉണ്ടാകുന്ന ഫിസിക്കൽ ചേഞ്ചസ് എന്താണ്? ഈ കടലിൽ നിന്ന് നീരാവി, സ്റ്റീം എന്ത് ചെയ്യുന്നു, ഈ സൺലൈറ്റിൻ്റെ ചൂട് കാരണം ആകാശത്തോട്ട് പോയിട്ട് മേഘമായി മാറുന്നു. എല്ലാം കൂടെ കൂടിയിട്ട് ഒരു മേഘമായിട്ട് മാറുന്നു. ഇനി ആ മേഘം തണുത്തിട്ട് എന്ത് ചെയ്യുന്നു, മഴയായിട്ട് അവിടേക്ക് തന്നെ ലഭിക്കുന്നു. ഈ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതെന്താണ്? അപ്പോൾ ഒരു ഫിസിക്കൽ ചേഞ്ച് തന്നെയാണ്. ഓക്കെ, അപ്പോൾ വി മേക്ക് യൂസ് ഓഫ് സെവറൽ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ചേഞ്ച് ഇൻ അവർ ഡെയിലി ലൈഫ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ. ക്യാൻ യു പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ച് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ എ കിച്ചൺ ഓൺ എ ഡേ. ഒരു ദിവസത്തിൽ കിച്ചണിൽ നടക്കുന്ന ഈ ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും നിങ്ങൾ ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു ലിസ്റ്റ് തയ്യാറാക്കാനാണ് പറയുന്നത്. ക്ലാസിഫൈ ദ റെക്കോർഡ്. ആ റെക്കോർഡ് ക്ലാസിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ ആക്ടിവിറ്റീസാണ്. ആക്ടിവിറ്റീസൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ റിപ്ലൈകൾ എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.